ഹായ് എവരിവൺ, കെമിസ്ട്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. സയൻസ് അക്കാദമി നിങ്ങൾ +1 കുട്ടികൾക്കായി നമ്മൾ ആദ്യമായിട്ട് ഇന്ന് കെമിസ്ട്രി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിൽ +1 നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ടുള്ള ഐഡിയാസ് നോക്കി. ഈ ക്ലാസ്സിലെ പല ടോപ്പിക്കുകളും നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകളാണ്. എന്നിരുന്നാൽ കൂടി നമ്മളൊരു ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിയിലാണ് ഈ ക്ലാസ്സിനെ കാണേണ്ടത്. ശരി, അപ്പോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണ് നമുക്കുള്ളത്. ഇതില് പാർട്ട് 1 ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെയാണ് എന്ത് പറയുന്ന ചാപ്റ്റർ പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വർഷം ഈ ചാപ്റ്ററിൽ നിന്നും പല ടോപ്പിക്കുകളും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൽ നമുക്ക് വളരെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട കണ്ടന്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമുക്ക് പല രീതിയിലും അടുത്ത ചാപ്റ്ററുകളിലെ പല ടോപ്പിക്കുകളിലേക്കും ഹെൽപ്ഫുൾ ആവുന്നതുകൊണ്ട് തന്നെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. സോ ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയാണ്. നോക്കൂ, എന്താണ് കെമിസ്ട്രി? ഇത്രയും നാളും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രിയിൽ പല ടോപ്പിക്കുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, കെമിസ്ട്രി ഈസ് ദ സയൻസ് ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് ദയർ ട്രാൻസ്ഫോർമേഷൻസ് എന്നാണ് പറയുന്നത്. എന്താണ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ആറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആറ്റം എന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ ഫോമാണ്. നമ്മൾ മലയാളത്തിൽ കണികകൾ എന്നൊക്കെ പറയും അല്ലെ. അതായത് നമ്മളിപ്പോ കൂട്ടുകാരുടെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഡയലോഗ് പറഞ്ഞേക്കാം അല്ലെ, നായകനെ ചതിച്ച ഒരാളുടെ അടുത്ത് പറഞ്ഞേക്കാം, നിന്നെ എനിക്ക് ഒരു കണിക പോലും വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കണിക പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ അല്ലെ. ഈ യൂണിവേഴ്സിലെ പല സബ്സ്റ്റൻസുകളും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ആരൊക്കെ? ആറ്റംസ്, മോളിക്യൂൾസ് എന്നൊക്കെ പറയുന്നത്. ആ ആറ്റംസും മോളിക്യൂൾസിനും സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് എന്ത് സംഭവിക്കുന്നത്? റിയാക്ഷൻസ് എന്ന പേരിൽ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിലോ അതായത് ഹൈഡ്രജനും ഓക്സിജനും എന്ന് കേൾക്കുമ്പോൾ നമുക്ക് HO എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിംബലുകൾ മാത്രമാണ് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് എലമെന്റുകളാണെന്നും അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പോർഷനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നതെന്നും. ആ ആറ്റംസ് കമ്പൈൻ ചെയ്താൽ അല്ലെ, ആറ്റംസ് രണ്ടും കൂടിച്ചേർന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഹൈഡ്രജൻ കൂടിച്ചേർന്ന് H2, ഓക്സിജൻ കൂടിച്ചേർന്ന് O2 ആവുമ്പോൾ അവർ മോളിക്യൂൾ ആവുകയും ഈ മോളിക്യൂളുകൾക്ക് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നോക്കാം. നമുക്കറിയാം, ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഗ്യാസ് ആണ്. ആ ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സംഭവം എന്താ അതിന്റെ പ്രൊഡക്റ്റ്? കോമ്പൗണ്ട് എന്ന് പറയുന്നത് H2 + O2 gives H2O. അപ്പോ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളുകൾക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അല്ലെ, വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതാണ് നമ്മൾ പറയുന്ന കെമിസ്ട്രിയിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഈ മാറ്റങ്ങളെ കുറിച്ചാണ്. ആർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്? പാർട്ടിക്കിൾസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആറ്റംസിനെയും മോളിക്യൂൾസിനും ഉണ്ടാകുന്ന മാറ്റം. അവരാണ് അവിടുത്തെ ഏറ്റവും ചെറിയ ഭാഗം. ഓക്കെ, ശരി, നമുക്ക് അതിലെ ആദ്യത്തെ ഒരു വേർഡ് പരിചയപ്പെടാം. മാറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. മാറ്റർ അല്ലെ, നമ്മൾ ചോദിക്കാം വാട്ട് ഇസ് ദ മാറ്റർ അല്ലെ, എന്താണ് പ്രശ്നം? ആ പ്രശ്നം ഇംഗ്ലീഷിലാണെങ്കിൽ കെമിസ്ട്രിയിൽ വരുമ്പോൾ മാറ്റർ നമ്മൾ എന്തിനെ കുറിച്ചാണോ തർക്കിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്, അതാണ് എന്ന് പറയുന്നത് മാറ്റർ. അപ്പൊ മാറ്ററിന് നമുക്ക് എങ്ങനെ ഡെഫിനേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, ആദ്യത്തെ സെന്റൻസ് തന്നെ പറയുന്നു എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് എ ഡെഫിനിറ്റ് വോളിയം അല്ലെ. അപ്പോ മാസോ അല്ലെങ്കിൽ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞ പദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്യുപ്പൈസ് എ സ്പേസ് എന്നാണ് പറയുന്നത് അല്ലെ. ഓക്യുപ്പൈസ് എ സ്പേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു വോളിയം റിക്വയർഡ് ആയിട്ട് അല്ലെ. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒരു ബസ്സില് സീറ്റ് ഒഴിഞ്ഞു കിടക്കുക അല്ലെ, ആ സീറ്റിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. നോക്കൂ, നമ്മൾ ഓരോരുത്തരും മാറ്റർ ആണ് അല്ലെ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ സീറ്റിലെ സ്ഥലം അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്യുപ്പൈ ചെയ്യുന്നു.
രണ്ടാമത് ഒരാൾ വന്നാൽ നമ്മുടെ തൊട്ടടുത്ത സീറ്റിലേ ഇരിക്കാൻ സാധിക്കുള്ളൂ. ഇനിയും ഒരാൾ വന്നാൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളടക്കം ഇരിക്കുന്ന സീറ്റിൽ മൂന്നാമതൊരാൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? മാറ്റർ അല്ലെ, ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലെ, സ്ഥലം കൊടുക്കാനായിട്ട്. മാസ് നമ്മൾ പലപ്പോഴായി ഉപയോഗിക്കുന്ന ഒരു സാധനം. എന്തൊക്കെ നമ്മൾ അടങ്ങുന്നുണ്ടോ അതിനെയാണ് നമ്മൾ മാസ് എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? അപ്പോ മാസും ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യാനുമുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. നമ്മുടെ ചുറ്റും എന്താണ് മാറ്റർ എന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് നമ്മളാണ് അല്ലെ, നമ്മളാണ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾ ചോദിക്കാം, അങ്ങനെ പറഞ്ഞാൽ വേറെ എന്താ എക്സാമ്പിൾ ഉള്ളത്? വാട്ടർ അല്ലെ, തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ, അപ്പൊ എന്താ? വാട്ടർ എന്ന് പറയുന്ന ഒരു മാറ്റർ ആണ്. അതിനുപരി ഇതൊക്കെ കാണാൻ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം നമ്മളെല്ലാവരും ബ്രീത്ത് ചെയ്യുന്നു അല്ലെ, വി ആർ ബ്രീത്തിങ്. എന്താ ഉള്ളത്? ഓക്സിജൻ മാറ്റർ ആണ് അല്ലെ, എയർ മാറ്റർ ആണ്. എയറിൽ ഒരുപാട് ഗ്യാസുകൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുക, നമുക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന എന്തും നിങ്ങളിപ്പോ കണ്ടുപിടിക്കുമ്പോ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം അല്ലെ. ഡെസ്ക്, പെൻ, ബുക്ക് അല്ലെ, അതല്ലെങ്കിൽ വീട്ടിലുള്ള ചെയർ, TV പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്താണ്? മാറ്റർ ആണ്. റൈറ്റ്? ദെൻ അതിലെ കാര്യം അടുത്തത് ഇങ്ങനെ പറയുന്നു, മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 phases എന്നാ പറയുന്നത് അല്ലെ. 3 ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഓക്യുപ്പൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്നതില് നമുക്ക് അവരെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാണ് ഇതിനുള്ളില് ബുക്ക്, പെൻ അല്ലെ, ഡയമണ്ട്, ഗോൾഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്, സോളിഡ് മാറ്റർ. ഓയില്, വാട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ലിക്വിഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. സ്മോക്ക് അല്ലെ, എയർ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഗ്യാസ്, മാറ്ററിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പോ ഇതിൽ കൂടുതൽ ഫോമുകൾ ഇതിനോടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് ഈ 3 പഠിക്കാനുള്ളൂ. 3 കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാറ്റർ ഏതൊക്കെ സ്റ്റേറ്റിലേക്ക് എക്സിസ്റ്റ് ചെയ്യാം? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. 3 സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? മാറ്റർ എക്സിസ്റ്റിംഗ്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ് അല്ലെ. അപ്പോ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോ സോളിഡ്സിനെ അല്ലെ നമുക്ക് എങ്ങനെ പരിചയപ്പെടാം എന്നാണ് കാണിച്ചത്. എന്താണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? കോമൺ സോൾട്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ആ സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ വളരെയധികം സൂം ചെയ്ത് നോക്കിയാൽ അതിനുള്ളില് എന്താണ് കോമൺ സോൾട്ടിന്റെ നെയിം? NaCl. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കൃത്യമായ ഓർഡറില് ഗ്രീൻ ആൻഡ് ബ്ലൂ ബോളുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഗ്രീൻ ബോൾ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നു, ബ്ലൂ ബോൾസ് Cl റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ NaCl എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ ആ സോളിഡ് സബ്സ്റ്റൻസ് അത് അങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും അല്ലെ. രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? വളരെ ക്ലോസ് ആയി അല്ലെ, വിത്തൗട്ട് എനി ഗ്യാപ്പ് അല്ലെ, അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വളരെ ക്ലോസ് ആയിട്ട് ഓരോരോ പാർട്ടിക്കിൾസിനെയും സോഡിയം ക്ലോറിൻ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ക്ലോസ് പാക്കിംഗ് ആണ് അല്ലെ, ക്ലോസ് പാക്കിംഗ് അടുത്തടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം കൊടുക്കുന്നത്. അപ്പൊ സോളിഡ്സിന്റെ മാത്രം പ്രത്യേകതയാണ് സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം എന്ന് പറയുന്നത്. അപ്പോ സോളിഡ്സിന്റെ പ്രത്യേകത. ഇനി പാക്കുകളെല്ലാം വളരെ അടുത്തടുത്താണ് നിൽക്കുന്നത്. ഒരു ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ തിരക്ക് അനുഭവപ്പെടുകയാണ് ബസ്സിനുള്ളിൽ അല്ലെ. നമുക്കൊന്ന് ആ ബസ്സിന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസം അനുഭവപ്പെടും. ശരിയല്ലേ? അതുപോലെ തന്നെ സോളിഡ്സിനുള്ളിലെ പാർട്ടിക്കിൾസിന്റെ റഷ് കാരണം അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിന്റെ ക്ലോസ്നെസ് കാരണം സോളിഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സാധാരണ അവസ്ഥയിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റെസ്ട്രിക്റ്റഡ് ആണ്. അത് എന്താ പറയുക? സ്പോണ്ടേനിയസ്ലി മൂവ് ചെയ്യുന്നില്ല എന്ത് സോളിഡ്സിന്റെ പാർട്ടിക്കിൾസ്. കാരണം അവർ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കും. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, വോളിയം ഉണ്ട് അല്ലെ, മാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകതയാണ് ഇവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു അല്ലെ. NaCl ഉണ്ടാക്കിയിരിക്കുന്നത് NaCl എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. അവരുടെ മൂവ്മെന്റ് ആ ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആണ്.
ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രീൻ ആൻഡ് ബ്ലൂ ബോൾസിനെയാണ് നമുക്ക് എന്ന് പറയാൻ പറ്റുക ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് അഥവാ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ സോളിഡ്, ഇത്രയും വലിയ സോളിഡ് നമ്മൾ കാണുമ്പോൾ അതിന് നമ്മൾ സൂം ചെയ്ത് അതിന്റെ ഏറ്റവും ചെറിയ ലെവലിലേക്ക് പോകുമ്പോൾ ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതിനെയാണ് നമ്മൾ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാവാം? ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ ഇവരുടെ ചാർജ്ഡ് ഫോം അതായത് അയോൺസ് ആവാം. കിട്ടിയല്ലോ? ശരി. അപ്പോ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. നമുക്ക് ഈ ഫിഗർ ആണ് മനസ്സിലുണ്ടാവേണ്ടത്. ഈ പിക്ചർ നമ്മൾ മനസ്സിലുണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ പോയിന്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ, ശരിയല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ അല്ലെ, ലിക്വിഡ്സ്, വാട്ടറിലെ ഒരു ഫിഗർ കാണാൻ നിൽക്കാം അല്ലെ. വാട്ടറിന് അതിന്റെ സൂക്ഷ്മ ലെവലിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമുക്ക് എന്താ സാധിക്കുക? നോക്കൂ, വാട്ടറിലുള്ള പാർട്ടിക്കിൾസ് സോളിഡ്സിന്റെ അത്രയും ക്ലോസ് ആയിട്ടാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ലിക്വിഡ്സ് അല്ലെ, വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡിൽ വരുന്നതാണല്ലോ. ലിക്വിഡിലെ പാർട്ടിക്കിൾസ് അത്രയും ക്ലോസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, വെള്ളം നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇപ്പോൾ തട്ടിപ്പോയാൽ വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും? സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താ? ഇവിടെ പാർട്ടിക്കിൾസ് അത്രയും ക്ലോസ് അല്ല, അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം അല്ലെ ഒരു ഗ്രൂപ്പായി പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒലിച്ച് എന്ത് ചെയ്യും? ഏതെങ്കിലും ഭാഗത്തേക്ക് പോകും. പിടികിട്ടിയോ? അപ്പോൾ സോളിഡ്സിന് അത്രയും ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടല്ല എന്തായിരിക്കുന്ന പാർട്ടിക്കിൾസിനെ ലിക്വിഡ്സിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആറ്റംസിനൊക്കെ വളരെ അടുത്തടുത്തല്ല വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണ്? ഈ ലിക്വിഡ്സിന് സോളിഡ്സിനെ പോലെ ഡെഫിനിറ്റ് ഷേപ്പില്ല. അതിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാൻ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ദെൻ നമ്മൾ അടുത്തത് ഗ്യാസിലേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ, അവിടെ ഫിഗറിൽ കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇങ്ങനെ അല്ലെ ഒരു എക്സോസ്റ്റിലൂടെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ എന്തുകൊണ്ട് നമ്മൾ തുറന്നു വെച്ചാൽ അത് ഡിഫ്യൂസ് ആവും? നോക്കൂ, നമ്മളൊരു പെർഫ്യൂം അല്ലെ പുതിയതായി മേടിക്കുന്നു, അത് തുറക്കും അല്ലെ, യു ക്യാൻ സ്മെൽ ഇറ്റ് അല്ലെ, നമുക്ക് അതിനെ സ്മെൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പെർഫ്യൂമിന്റെ ഉള്ളിൽ നിന്നും ഓരോ മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? വളരെ ഫ്രീ ആയിട്ട് അവർ എന്ത് ചെയ്യാണ്? പോവുകയാണ്. ആ ഗ്യാസിന്റെ മാത്രം പ്രത്യേകതയാണ് പാർട്ടിക്കിൾസ് എല്ലാം വളരെ അകലെ അല്ലെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. മാത്രമല്ല അവർക്ക് വളരെയധികം അട്രാക്ഷൻ കുറവാണ്. ഓക്കെ, പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് ഇവർ വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവിക്കുന്നു. അതാണ് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസിന്റെ പ്രത്യേകത. അപ്പൊ ഗ്യാസിന്റെ പ്രത്യേകത, ഗ്യാസിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അതുപോലെ തന്നെ എന്താണ്? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഹൈ ആണ്. ആർക്ക്? പാർട്ടിക്കിൾസ് ഓഫ് ഗ്യാസ്. പിടികിട്ടി വിചാരിക്കണം. ഓക്കെ, ശരി. നോക്കൂ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ ഫേസുകൾ നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുന്നു അല്ലെ. ഐസ് എന്താണ്? നമ്മൾ അതൊരു ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആണ് അല്ലെ. അത് നമ്മളൊരു കപ്പിൽ ഇട്ടിട്ട് കുറച്ച് നേരം അത് അനക്കാതെ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചൂടാക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഐസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മെൽറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ഐസ് മെൽറ്റ് ചെയ്താൽ എന്താ കിട്ടുന്നത്? ലിക്വിഡിലേക്ക് മാറും, വാട്ടർ. അപ്പോ സോളിഡ്സിനെ ഹീറ്റ് ചെയ്താൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം കൂടുന്നു. അതുകൊണ്ട് അത് എന്ത് സ്റ്റേറ്റിലേക്ക് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ശ്രദ്ധിക്കുക, സോളിഡിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തായി അടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരെ ഹീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കൈനറ്റിക് എനർജി കിട്ടും. പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം അവർ തമ്മിലുള്ള അട്രാക്ഷന്റെ ഈ എനർജി നമ്മൾ ഹീറ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുന്നത്? എനർജി കൊടുക്കലേ ചെയ്യുന്ന പാർട്ടിക്കിൾസിന് കിട്ടുന്ന എനർജി ഉപയോഗിച്ച് അവര് കുറെ കൂടി അകലെ നിൽക്കാൻ ശ്രമിക്കും. അതായത് അവർ എന്ത് ഫോമിലേക്ക് മാറും? സോളിഡ്, ലിക്വിഡിലേക്ക് മാറും. വീണ്ടും ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. പാർട്ടിക്കിൾസ് കൂടുതൽ എനർജി കിട്ടുന്നവർ കൂടുതൽ അകലെ നിൽക്കാൻ ശ്രമിക്കുന്നു. ലിക്വിഡിന് എന്തിലേക്ക് മാറുകയാണ്? ഗ്യാസ് ഫോമിലേക്ക് മാറാം. ഐസ് എടുത്ത് ഹീറ്റ് ചെയ്തപ്പോ വെള്ളമായി, വെള്ളം വീണ്ടും ഹീറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വേപ്പറായി മാറും അല്ലെ. നമ്മൾ ചായ വെക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ചായ വെച്ചാൽ ഒരു ഗ്ലാസ് ചായ കിട്ടും? തുറന്നു വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇല്ല. കാരണം എന്താ? കുറെ എല്ലാം ലിക്വിഡ് എന്തിലേക്ക് മാറി? ചൂടാക്കുമ്പോൾ ഗ്യാസ് ആയി എസ്കേപ്പ് ചെയ്തു. അവസാനം നമ്മൾ ഒഴിക്കുമ്പോൾ ഗ്ലാസ്സിൽ പകുതി ചായയുള്ളൂ. എന്ത് സംഭവിച്ചു? അതിലുണ്ടായിരുന്ന ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ഹീറ്റ് ചെയ്തപ്പോ അവർക്ക് കൂടുതൽ പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അവർ എന്തിലേക്ക് മാറി? കൂടുതൽ അകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അവരെന്തായി മാറുന്നു? ഗ്യാസ് ഫേസിലേക്ക് മാറുന്നു. ഈസിലി എസ്കേപ്പ് ചെയ്യും.
ഓക്കെ, ഇനി നേരെ തിരിച്ചു എന്ത് സംഭവിക്കും? ഗ്യാസുകളെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് നമുക്കറിയാം അല്ലെ, നമ്മള് വീട്ടില് എന്തെങ്കിലും ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചു വെച്ചിട്ട് ആ അടപ്പ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ അടപ്പിന്റെ മുകളില് കുറച്ചെല്ലാം അല്ലെ എന്താ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വന്നിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് വീഴും. നമ്മളെപ്പോഴും ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിലത്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുള്ള. എന്തുകൊണ്ട് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ചൂടവിടെ നിൽക്കുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന സബ്സ്റ്റൻസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഗ്യാസുകൾ അവിടെ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഇവര് കുറെ നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാജുവലി ചൂട് നഷ്ടപ്പെടും. അപ്പൊ ഗ്യാസ് എന്തിലേക്ക് മാറുന്നു? തണുക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ക്ലിയർ ആണോ അല്ലെ? ഇനി ആ ലിക്വിഡിനെ നമ്മൾ നേരെ എടുത്തിട്ട് ഐസ് ട്രേയിൽ ഇടുന്നു, നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഫ്രീസറിലേക്ക് വെക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ എന്താവും? സോളിഡ് ആയിട്ട്. അതാണ് പറയുന്നത് സോളിഡ്സ് ഓൺ ഹീറ്റിംഗ് ബിക്കം ലിക്വിഡ്സ്, ലിക്വിഡ്സ് ഓൺ ഹീറ്റിംഗ് ബിക്കം ഗ്യാസ്, ഗ്യാസസ് ഓൺ കൂളിംഗ് ബിക്കം ലിക്വിഡ്സ്, ഓൺ ഫർദർ കൂളിംഗ് ഓഫ് ലിക്വിഡ് എന്ത് കിട്ടും? നമുക്ക് സോളിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ സോറി, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലെ, വളരെ കുറച്ച് കാര്യം. കാരണം ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഇതിൽ നിന്നും കുറച്ചുകൂടിയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വെറും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കാൻ, പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് പഠിക്കാൻ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ പ്രസന്റ് ആയിരിക്കുന്ന നമ്മുടെ ചുറ്റും കാണുന്ന പല സബ്സ്റ്റൻസുകളെയും മാറ്റർ എന്ന് വിളിച്ചു. അവരുടെ അല്ലെ, അവർക്ക് അങ്ങനെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് കിട്ടാനുള്ള കാരണം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഡിസ്കഷൻസ് ആണ് നമ്മുടെ ബേസ്. ഇതിൽ ചവിട്ടി നിന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കയറി പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി 10th ലും 9th ലും പഠിച്ചു വന്ന കാര്യങ്ങൾ തന്നെ +1 പഠിക്കാനുണ്ട്. അതിൽ കുറച്ചുകൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം മോൾ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഉള്ള വാല്യൂസും അല്ലെ, അതിന്റെ കൺവേർഷൻസും എല്ലാം നമ്മൾ വളരെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് കാണാം. താങ്ക് യു.